This is why you don't ever want to touch receipts and thermal paper. Either don't get the receipt or... ഇത് നമ്മുടെ നാട്ടിൽ ബസ്സിൽ പോകുന്ന ചേട്ടന്മാരില്ലേ, കണ്ടക്ടേഴ്സ് ചേട്ടന്മാർ, ആ ചേട്ടന്മാർ പിന്നെ നാട്ടിൽ ചിട്ടി കമ്പനികളൊക്കെ നടത്തുമ്പോൾ അവരെന്നും ചിട്ടി മേടിച്ചിട്ട് ഇങ്ങനെ ഒരു റെസിപ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി, പിന്നെ ജനറലി പബ്ലിക്കിന് വേണ്ടിയിട്ടും ഈ ഒരു സംഭവം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മേളിലുള്ള ആളുണ്ടല്ലോ, പുള്ളി എന്ന് പറഞ്ഞാൽ ഡോക്ടർ പോൾ സാലഡീനോ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റെസിപ്റ്റ്സ് പുള്ളി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് വാങ്ങാറില്ലാത്തത്? ഈ റെസിപ്റ്റ്സിൻ്റെ ഉള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. Or I'm just going to use my handy dandy wool shirt here to put the receipt in the trash. You know who really tries to force receipts on you is grocery stores. Fucking chases me. I'm good. Believe it or not, receipts have a massive amount of BPA, more so than water bottles or anything else. You touch a receipt, you just may as well just drink a bottle of BPA. അതായത് പ്ലാസ്റ്റിക് നമുക്ക് കൊള്ളത്തില്ല എന്നറിയാലോ, അതിൻ്റെ അകത്തുള്ള BPA എന്ന് പറഞ്ഞ സാധനം ഈ റെസീറ്റ്സിലും ഉണ്ട്. അപ്പം നമ്മളത് കൈകൊണ്ട് എടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അത് പറ്റും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അത് നമ്മുടെ ഉള്ളിൽ വരും. ഇത് മെയിൻ സംഭവം എപ്പോഴാണെന്നറിയോ? ഈ ചേട്ടന്മാർ, ഈ പറഞ്ഞ കണ്ടക്ടേഴ്സ് ചേട്ടന്മാരും ഈ പറഞ്ഞ ഈ ബില്ലിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ ചിട്ടി സംഭവങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്ന ആൾക്കാരും, ഇങ്ങനത്തെ സംഭവത്തിലുള്ള ആൾക്കാർ ഡെയിലി ചിലപ്പോൾ 100 കണക്കിന് റെസിപ്റ്റ്സ് ആയിരിക്കും ഇവർ എടുത്ത് കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ. അപ്പോൾ ഈ സംഭവം നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ഈ സംഭവം നമ്മുടെ ഉള്ളിൽ വരാനും നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. ജനറലി ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കൊരു ആരോഗ്യമില്ലാത്തൊരവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും? ചിലവരെന്ന് പറഞ്ഞാൽ ആ ഒരു മൊത്തം ഫാമിലിയുടെ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റൊരാളായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ട്, ഇത് ഫസ്റ്റ് ഡേ നമ്മളിത് സംഭവിച്ചിട്ട് സെക്കൻഡ് ഡേ നമുക്ക് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഉള്ളിൽ വന്ന് പയ്യെ പയ്യെ നമ്മുടെ ആരോഗ്യത്തിനെ ഡീഗ്രേഡ് ചെയ്ത് നമ്മുടെ ഹോർമോണൽ ഫംഗ്ഷൻസിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് BPA. നിങ്ങൾക്ക് BPAയുടെ സൈഡ് എഫക്ട്സ് അറിയണമെങ്കിൽ വെറുതെ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. BPA നമ്മുടെ മനുഷ്യന്മാരുടെ ആരോഗ്യത്തിന് എങ്ങനെയാണ് മോശമായിട്ട് ബാധിക്കുന്നതെന്നൊക്കെ. യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പം നിങ്ങളെ പരിചയത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സംഭവം, ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇനി അയച്ചു കൊടുത്തില്ല എങ്കിൽ തന്നെ നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഉള്ള റെസിപ്റ്റ്സിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ BPAയുടെ ഒരു അംശമുണ്ട്. അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് കോൺടാക്ട് വന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം കാണുന്ന ആൾക്കാർക്കൊക്കെ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക, കൂടുതൽ അവെയർ ആക്കി വെക്കുക ആൾക്കാരെ.